Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മടി പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ തൈര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് കറിക്ക് എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും വേണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 8 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളിക്ക് പകരം ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്താലും മതി. ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ തൈര് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവയും 1/2 ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചെടുത്ത ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തൈര് കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറിയൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചോറിന് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കണം തോന്നിയാൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കുറേ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.